CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് സമാപനമാകും. കഴിഞ്ഞ 4 ദിവസമായി നടന്ന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച നടന്നു. അതിൻ്റെ മറുപടി കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നൽകി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനായുള്ള പുതുവഴികൾ രേഖ, അതിന്മേൽ ചർച്ച നടന്നു. ഇപ്പോൾ അതിൻ്റെ മറുപടി മുഖ്യമന്ത്രി പ്രതിനിധി സമ്മേളനത്തിൽ നൽകുകയാണ്. ഇപ്പോൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഷമി പ്രഭാകർ കൂടി ചേരുന്നുണ്ട് സമ്മേളന നഗരിയിൽ നിന്നും. ഷമി, ഒരുപക്ഷെ ഈ സമ്മേളനത്തിലെയും കഴിഞ്ഞ സമ്മേളനത്തിലെയും പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന് ആ രേഖ അവതരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. 2022 നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് രേഖ അവതരിപ്പിച്ചതിന് ശേഷം 2025 നവകേരളത്തിനുള്ള പുതുവഴികൾ രേഖ അവതരിപ്പിക്കുമ്പോൾ എന്തായിരുന്നു ഈ 3 വർഷക്കാലം പാർട്ടി നടപ്പിലാക്കിയത്, പാർട്ടി നേതൃത്വം നൽകിയ സർക്കാർ നടപ്പിലാക്കിയത്? ഇനി 26-ൽ ഒരു മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരിക്കണം ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്, ഈ പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്നുകൂടി വ്യക്തമാക്കുന്നതായിരിക്കണം ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. എന്താണ് ആ സമ്മേളനത്തെക്കുറിച്ച്, ആ നയരേഖയെക്കുറിച്ച് ജനങ്ങളുടെ ഒരു പ്രതികരണം? കഴിഞ്ഞ 4 ദിവസമായി ഒരുപക്ഷെ ഷമ്മി അടക്കമുള്ള കൈരളി ന്യൂസിൻ്റെ എല്ലാ മാധ്യമപ്രവർത്തകരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വന്ന പാർട്ടി സഖാക്കളിൽ നിന്ന്, അവിടെ തടിച്ചുകൂടിയ ജനസഞ്ചയത്തിൽ നിന്ന് ആ പ്രതീക്ഷകൾ അവർ പങ്കുവച്ചിട്ടുണ്ടാകണം, അല്ലേ ഷമ്മി? സമ്മേളന നഗരിയിൽ നിന്നും ഷമി പ്രഭാകർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി കൊല്ലത്ത് ചേർന്ന CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് വൻ ബഹുജന റാലിയോടുകൂടി സമാപനമാകും. 2 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ബഹുജന റാലി ആശ്രാമ മൈതാനിൽ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കും. അതിനുശേഷം ആ പൊതുസമ്മേളനത്തെ പാർട്ടി PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ PB അംഗം രണ്ടുപേരും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്ന ചർച്ചകൾ വലിയ തരത്തിലാണ്. ജനങ്ങൾ വലിയ പ്രതീക്ഷകളാണ് വച്ചുപുലർത്തുന്നത്. എന്താണ് ഇനി ഭാവി കാലത്ത്, അടുത്ത 3 വർഷക്കാലം ഈ പാർട്ടി എന്ത് തരത്തിലാണ്, സംഘടന എന്ന രീതിയിൽ ഏത് നിലപാടുകളാണ് എടുക്കാൻ പോകുന്നത്? ഭരണം മാത്രമല്ല, ഈ സമൂഹത്തെ ആകെ നവീകരിക്കേണ്ട, സമൂഹത്തിൻ്റെ പഴയ കെട്ടുപാടുകളെ, പഴയ തിന്മകളെ ഇല്ലാതാക്കുകയും ഈ സമൂഹത്തെ ആകെ നവീകരിക്കേണ്ട, സാമൂഹ്യ ഇടപെടലുകൾ നടത്തേണ്ട പ്രസ്ഥാനമെന്ന ബോധ്യത്തോടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനകീയ പ്രസ്ഥാനം, ജനപ്രസ്ഥാനം എന്ന തരത്തിൽ CPM എടുത്ത നിലപാടുകൾ എന്ത്? ഇനി 3 വർഷക്കാലം ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്ത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്ത ആ നിലപാടുകളിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് എങ്ങനെ, പോകുന്നത് എങ്ങനെ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മധുര പാർട്ടി കോൺഗ്രസിന് 24-ാം മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പാർട്ടി സംസ്ഥാന സമ്മേളനം, കേരളത്തിൻ്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് കൊല്ലത്ത് പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 4 ദിവസം കണ്ടതാണ് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം. ഷമ്മി ചേരുകയാണ്. ഷമ്മി, നേരത്തെ ചോദിച്ചത് ആ 2022-ൽ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടിൽ നിന്ന് 2025-ലെ നവകേരളത്തിനുള്ള പുതുവഴികളിലേക്ക് എത്തുമ്പോൾ എത്രയാണ് ജനങ്ങൾ ഇനി പ്രതീക്ഷിച്ചത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ പാർട്ടി കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നോ? അത് എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ പാർട്ടി നടത്തുകയും ചെയ്തു. അക്കാര്യം കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്തു. ഷമ്മി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയവരോട് സംസാരിച്ചപ്പോൾ അവർ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടാകുമല്ലോ ഷമ്മി? സിജു, തീർച്ചയായും രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് മനുഷ്യരാണ് സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരുമായി, ഈ നാട്ടിലെ അടിസ്ഥാന വർഗവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജൈവിക ബന്ധം എത്രമാത്രം ഉറച്ചതാണ്, എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ സമ്മേളന വേദിയുടെ മുന്നിൽ ഏതാണ്ട് ഒരു 10 മിനിറ്റ് നിന്നാൽ നമുക്ക് മനസ്സിലാവും. ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഇന്നലെ തന്നെ വണ്ടി കയറി ഇവിടെ എത്തി രാവിലെ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കൈരളി ന്യൂസ് രാവിലെ ഈ ലൈവൊക്കെ ചെയ്യാനായി ചെല്ലുന്ന സമയത്ത് ഈ മനുഷ്യരുടെ ഒരു ആവേശം, അവർക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. പക്ഷേ അവർക്ക് ഈ പാർട്ടിയോടുള്ള ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, അതിൻ്റെ തീവ്രത രാവിലെ ഞാനും ശരത്തും ബിനീഷും മനുവും ഒക്കെ ശരിക്കും അനുഭവിച്ചറിയുകയായിരുന്നു. അവരിങ്ങനെ വന്ന് നിൽക്കുകയാണ് നമ്മളോടൊപ്പം തന്നെ. നമ്മൾ ക്യാമറ മാറ്റുമ്പോൾ അത് ക്യാമറ മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറുമ്പോൾ അവിടെ ഒരു 2 പേര് ചായ കുടിക്കാൻ കോഴിക്കോട് നിന്ന് വന്നവരാണ്. ഞങ്ങൾ കുടിച്ച ചായയുടെ പൈസ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് ആ ചായയുടെ പൈസ കൊടുക്കണം. അങ്ങനെ നമുക്ക് ഈ പ്രസ്ഥാനവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ആഴം വല്ലാതെ മനസ്സിലാകുവാണ്. ശ്രീജു ചോദിച്ച ചോദ്യം, ഈ പുതുകേരളം, നവകേരളം, പുതുവഴികൾ എന്നുള്ള അത് സംബന്ധിച്ച പാർട്ടിയുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമായി തന്നെ ഗോവിന്ദൻ മാഷ് 2-3 വാർത്താ സമ്മേളനങ്ങളിൽ അറിയിച്ചിരുന്നു. നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് പോകണം,
ജനങ്ങളുടെ ഏതൊക്കെ ആവശ്യങ്ങളാണ് പരിഗണിക്കേണ്ടത്, അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെയുള്ള മേഖലകളിൽ വലിയ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞു ഈ സർക്കാർ. പക്ഷേ അത് പോരാ. കൂടുതൽ മാറ്റങ്ങൾ സംസ്ഥാനത്ത് വരണം. നമ്മളുടെ ജനങ്ങൾക്ക് വികസിത അർദ്ധവികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസന നടപടികൾ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി നവകേരളം പുതുവഴികൾ എന്നുള്ള ആ ഒരു രേഖ ഈ സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ അവതരിപ്പിച്ചത്. അത് സംബന്ധിച്ച ചർച്ച ഇന്നലെ കൊണ്ട് പൂർത്തിയായി. ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പറയുകയാണ്. ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ഏതൊക്കെ സ്വീകരിക്കണം, ഏതൊക്കെ നമുക്കതിൽ നടപ്പാക്കാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കും. സിജു പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരമൊരു രേഖ അവതരിപ്പിച്ചിരുന്നു. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അടിസ്ഥാന വർഗത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ലൈഫുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. ഇനി കൂടുതൽ വീടുകൾ നിർമ്മിക്കണം. അതിന് പുതിയതായി നമുക്ക് പല വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. ഇവിടെ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ സെസ് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ കരം പിരിക്കുകയോ ഒന്നുമല്ല. ഉള്ളവരിൽ നിന്ന്, ഇത് നൽകാൻ കഴിയുന്നവരിൽ നിന്ന് ആ തുക നമ്മൾ കണ്ടെത്തണം. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് റോഡുകളുടെ ടോളിൻ്റെ കാര്യം വലിയ വിവാദമാക്കാൻ ഇവിടെ പല മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഹൈവേയിൽ കൂടി പോകുമ്പോൾ ടോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഒരു റോഡിൽ പോലും ടോളില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിഫ്ബി എടുക്കുന്ന ലോണുകൾ ഇത്തരത്തിൽ വരുമാനദായകമല്ല, ഏണിംഗ് ഇല്ലാതെയാണ് ഇവർ ഈ ലോൺ എടുക്കുന്നത്. അത് മാറ്റണം. അതിനൊരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ പണം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയൂ. അതിനുവേണ്ടി നാമമാത്രമായ തുക ടോളായി ഈടാക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ, അതിൻ്റെ കുടിശ്ശിക ഇനി ഒരു കുടിശ്ശിക കൂടി മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ പാർട്ടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. കഴിഞ്ഞ തവണ 5 മാസത്തെ കുടിശ്ശിക വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടി ആലോചിച്ചിട്ടെടുത്തതാണ്. ഇനി ഈ മനുഷ്യർക്ക്, സാധാരണ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ ക്ഷേമ പെൻഷൻ. അത് മുടങ്ങാൻ പാടില്ല. നമുക്ക് എത്ര പ്രശ്നം വന്നാലും ആ പൈസ കൊടുത്തിരിക്കണം എന്ന് എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി 1 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത ഉപരോധം, അത് ഗോവിന്ദ മാഷ് ഓരോ വാർത്താ സമ്മേളനത്തിലും പറയുന്നുണ്ട്. നമ്മളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഈ നാട്ടിലെ ഓരോ സാധാരണ മനുഷ്യനും തിരിച്ചറിയാം, അവർക്കറിയാം. എന്നിട്ട് പോലും നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൻ്റെ ആദ്യ വരിയായി തന്നെ പറഞ്ഞു. നമ്മളുടെ തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിക്കുന്നു. നമ്മളുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതേപോലെ പ്രാധാന്യം നൽകുന്നു. സമ്മേളനത്തിന് ഇന്ന് കൊടിയിറക്കമാണ്. പാർട്ടി ഒരു സമൂഹ ശരീരമായി എങ്ങനെ മാറി എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു സംഘടനാ സംവിധാനം എങ്ങനെയാണെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി പഠിപ്പിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന റാലിയോടുകൂടി ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകും. ഹൃദയരക്തം കൊണ്ട് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്ത സമരഭൂമിയിൽ, കൊല്ലത്തിൻ്റെ മണ്ണിൽ ഇന്ന് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകുമ്പോൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ് വരുംകാല കേരളത്തിനായി, നവകേരളത്തിനായി എന്തൊക്കെയാണ് ഈ പാർട്ടി കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ചർച്ച ചെയ്തത്. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്താകണമെന്ന് ഈ സമ്മേളനം കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും.